നമസ്കാരം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്ന പറച്ചിലിൽ വിശദീകരണവുമായി പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ. താൻ ഉയർത്തിയ വിഷയങ്ങളിലെ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചാണ്ടിയുടെ തുറന്ന പറച്ചിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ച പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി അദ്ദേഹം രംഗത്ത് വന്നത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ മാത്രമേ പറയൂവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. അതേസമയം താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ചാണ്ടിയുടെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ നൽകിയില്ല എന്നത് വാസ്തവമാണ്. പക്ഷേ അതിനെതിരെ നേതൃത്വത്തെ വിമർശിച്ചതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചരണത്തിൽ എന്തുകൊണ്ട് സജീവമായില്ലെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുക മാത്രമാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്നും വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പോലും വിമർശിച്ചിട്ടില്ല. ചില കഥകൾ മെനയുകയാണ്. അവർ കഥകൾ ഉണ്ടാക്കട്ടെ. ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ പറയുമെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. പാർട്ടി തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്ന പ്രവർത്തകനാണ് താൻ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു പ്രശ്നവുമില്ല. രാഹുൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ എല്ലാ ഘട്ടത്തിലും വിളിച്ചിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലടക്കം സുധാകരൻ മികച്ച പ്രവർത്തനം നടത്തിയിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സുധാകരൻ തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ആരോപണത്തിന് മറുപടിയുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരുന്നു. ചാണ്ടി ഉമ്മൻ സഹോദര തുല്യനാണെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ചാണ്ടി ഉമ്മൻ അതൃപ്തി അറിയിച്ചത് പാർട്ടി നേതൃത്വത്തെയാണെന്നും അതിൽ അഭിപ്രായം പറയേണ്ടത് നേതൃത്വത്തിലുള്ളവരാണെന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു. നേതൃത്വത്തോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി പ്രവർത്തകനുമുണ്ട്. എന്റെയും അദ്ദേഹത്തിന്റെയും പാർട്ടി നേതൃത്വം ഒന്നു തന്നെയാണ്. അവിടെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണത്തിന് മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്, ഞാനല്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടി ഉമ്മൻ പാലക്കാട് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർട്ടിയുടെ വിജയത്തിന് ഗുണപരമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. പാലക്കാട് എനിക്ക് ലഭിച്ച 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മന്റെ സംഭാവനയുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു. പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പാലക്കാട് ഉണ്ടായിരുന്നു. ഭവന സന്ദർശനത്തിന് കൂടെ വന്നിരുന്നു. പാലക്കാട് നടന്ന കൺവെൻഷനിലും ചാണ്ടി ഉമ്മൻ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഴുവൻ സമയം പാലക്കാട് ഉണ്ടാകാൻ കഴിയാതിരുന്നത്. വയനാട്ടിലും ചേലക്കരയിലും നടന്ന പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം സജീവമായിരുന്നു. മഹാരാഷ്ട്രയിലും മറ്റും മലയാളി സമാജങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുത്തെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അതേസമയം ചാണ്ടി ഉമ്മന്റെ മനസ്സിൽ തറച്ച കാര്യങ്ങളാകാം പറഞ്ഞതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എല്ലാ പ്രശ്നത്തിലും പരിഹാരം എന്ന നിലയിൽ മുന്നോട്ട് പോകുമെന്നായിരുന്നു അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിലയിലേക്ക് ആരും പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യത്തിന് മുഖമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. ജനങ്ങളും അത് സ്വീകരിച്ചു കഴിഞ്ഞു. അതിന്റെ തെളിവാണ് ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം. പാർട്ടിക്കകത്ത് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കണം. മുന്നണിക്കകത്തും ഐക്യമുണ്ടാകണം. ചാണ്ടി ഉമ്മന്റെ വിഷമം പരിഹരിക്കും. ചാണ്ടി വളർന്നു വരുന്ന നേതാവാണ്. പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളണം. നേതൃത്വത്തിൽ റിസർവേഷൻ പരിഗണനയില്ല. മുതിർന്നവരും യുവതലമുറയും പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാവണം. എല്ലാവരും ഉൾക്കൊള്ളുന്ന നേതൃനിരയാണ് കോൺഗ്രസിന് ഗുണകരമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കണ്ണൂരിൽ MK രാഘവനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെയും തിരുവഞ്ചൂർ ഇന്നലെ നിലപാടെടുത്തിരുന്നു. ഇത്തരം നടപടി സാഹസികമാണെന്നും തെരുവിലിറങ്ങാനാണെങ്കിൽ എന്തിനാണ് പാർട്ടി കമ്മിറ്റിയെന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടിയുടെ അച്ചടക്കം തകർക്കരുതെന്നും പരാതി എത്തിയാൽ നിയമപരമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു.